നമസ്കാരം. നമ്മൾക്ക് കിട്ടിയ ചില വിവരങ്ങൾ വെച്ച് ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. ഇന്ന് നമ്മുടെ വിഷയം നമ്മുടെ എല്ലാം അടുക്കളയിൽ സ്ഥിരമായി കാണുന്ന LPG, അതായത് പാചകവാതകം. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. കിട്ടിയ വിവരങ്ങൾ വെച്ച് LPGയുടെ പല വശങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കാം. തീർച്ചയായും. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒന്നാണെങ്കിലും എന്താണ് ഈ LPG എന്ന് കൃത്യമായിട്ടൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഇത് ശരിക്കും പറഞ്ഞാല് ഫോസിൽ ഓയിലില്ലേ, അത് ശുദ്ധീകരിക്കുമ്പോൾ കിട്ടുന്ന ഒന്നാണ്. ഇതില് കൂടുതലും പ്രൊപ്പൈനാണ്, ഏകദേശം ഒരു 70% വരും. പിന്നെ ബാക്കി ഏതാണ്ട് ഒരു 30% ബ്യൂട്ടേനും. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നാച്ചുറൽ ഗ്യാസ് ഉണ്ടല്ലോ, അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരേ അളവെടുത്താല് LPGക്ക് ഏതാണ്ട് ഇരട്ടിയിലധികം ഊർജം തരാൻ പറ്റും. അതാണ് കാര്യം. ലളിതമായി പറഞ്ഞാൽ കുറച്ച് ഗ്യാസ് മതി കൂടുതൽ ചൂടുണ്ടാക്കാൻ. വളരെ ശരിയാണ്. അതുകൊണ്ടായിരിക്കണം ഒരു സിലിണ്ടർ നമുക്ക് കുറേ ദിവസം പാചകത്തിന് കിട്ടുന്നത്. അപ്പോ ഈ ഒരു ബേസിക് ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമുക്കിതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ദോഷങ്ങൾ, വെല്ലുവിളികൾ, അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. തീർച്ചയായും. സുരക്ഷയുടെ കാര്യവും അല്ലേ? കിട്ടിയ വിവരങ്ങൾ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. LPGയുടെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ സൗകര്യം തന്നെയാണെന്ന് തോന്നുന്നു, ശരിയല്ലേ? അതെ അതെ. പല വീടുകളിലും കടകളിലുമൊക്കെ പാചകം ചെയ്യാനും ചിലപ്പോൾ വെള്ളം ചൂടാക്കാനുമൊക്കെ ഏറ്റവും എളുപ്പവും ചെലവ് കുറഞ്ഞതുമായൊരു വഴിയായിട്ടാണ് ഇതിനെ കാണുന്നത്. അത് ശരിയാണ്, ആ സൗകര്യം തന്നെയാണ് അതിന്റെ മെയിൻ പോയിന്റ്. ഇപ്പോൾ പാചകത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റൗ ഓൺ ചെയ്താൽ മതി, ഉടനെ ചൂട് കിട്ടും. മറ്റേ വിറകടുപ്പ് പോലെയോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റൗ ചൂടാവാൻ എടുക്കുന്ന സമയം പോലെയോ അങ്ങനൊരു താമസമില്ല. അതോടൊപ്പം തന്നെ ആ തീയുടെ ശക്തിയില്ലേ, ഫ്ലെയിം, അത് വളരെ എളുപ്പത്തിൽ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അത് വലിയൊരു കാര്യമാണ്. അതെ, പാചകം ചെയ്യുമ്പോൾ അത് വലിയൊരു സൗകര്യമാണ്. ഓരോ കറിക്കും വേണ്ട കറക്റ്റ് ചൂട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പാത്രങ്ങളുടെ കാര്യത്തിലും ഈയൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ. ഏതു തരം പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ശരിയാണ്. അലൂമിനിയം, സ്റ്റീൽ, ചെമ്പ്, അങ്ങനെ ഏത് മെറ്റീരിയലും ഒക്കെയാണ്. ഇൻഡക്ഷൻ സ്റ്റൗവിലാവുമ്പോൾ അതിനൊരു ബേസ് വേണമെന്നൊക്കെയുള്ള പ്രശ്നമുണ്ടല്ലോ. അതെ അതെ. എന്തിനധികം പറയുന്നേ, ചിലപ്പോൾ ഉപയോഗിച്ച അടി കുറച്ചൊന്ന് വളഞ്ഞു പോയ പാത്രം വരെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ക്യാമ്പിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ കരണ്ടോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത സ്ഥലത്ത് പാചകം ചെയ്യണമെങ്കിൽ ഈ സിലിണ്ടർ കൊണ്ടുപോവാം. അത് പല സാഹചര്യങ്ങളിലും ഉപകാരപ്രദമാണ്. ഇത്രയൊക്കെ നല്ല കാര്യങ്ങളും സൗകര്യങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ കൊള്ളാം. പക്ഷേ ഏതൊരു കാര്യത്തിനും ഒരു മറുവശം കാണുമല്ലോ. ഈ LPG ഉപയോഗം നമ്മുടെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയുമൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്? കിട്ടിയ വിവരങ്ങളിൽ അതിനെപ്പറ്റി എന്തൊക്കെയാണ് പറയുന്നത്? അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വരുന്നത്. ഒന്നാമത്തെ കാര്യം പരിസ്ഥിതി. LPG കത്തുമ്പോൾ അത്യാവശ്യം നല്ല അളവിൽ കാർബൺ ഡയോക്സൈഡ് CO2 പുറത്തു വരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, CO2 ഒരു പ്രധാനപ്പെട്ട ഹരിതഗൃഹവാതകമാണ്. ഇത് കൂടുന്നത് ഗ്ലോബൽ വാർമിങ്ങിനും ക്ലൈമറ്റ് ചേഞ്ചിനുമൊക്കെ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ അതൊരു ഫോസിൽ ഇന്ധനമായതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് അത്ര നല്ലതല്ല. ശരിയാണ്. അതുമാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുമുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റോവ് അത് ശരിക്കും ട്യൂൺ ചെയ്തിട്ടില്ലെങ്കിലോ ബേണറൊക്കെ ക്ലീൻ അല്ലെങ്കിൽ ഗ്യാസ് മുഴുവനായിട്ട് കത്തില്ല. അപൂർണ ജ്വലനം എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ വളരെ അപകടകാരിയായ ഒരു വാതകം കാർബൺ മോണോക്സൈഡ് CO ഉണ്ടാവും. അതിന്റെ കൂടെ കരി, സൂട്ട്, പിന്നെ മറ്റ് ചില അപകടകരമായ കെമിക്കൽസ്, സൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്, നൈട്രിക് ഓക്സൈഡ്സ്, അങ്ങനത്തെ ചില സാധനങ്ങൾ. ലളിതമായി പറഞ്ഞാൽ ഇതെല്ലാം ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന വിഷപദാർത്ഥങ്ങളാണ്. ചിലതൊക്കെ ഒരുപാട് കാലം ഉപയോഗിച്ചാൽ ക്യാൻസറിന് വരെ കാരണമാവാമെന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. കാർബൺ മോണോക്സൈഡ് അപകടകാരിയാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ മറ്റ് കെമിക്കൽസിന്റെ കാര്യം അതത്ര എല്ലാവർക്കും അറിയണമെന്നില്ല. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം ഞാൻ ഈ വിവരങ്ങളിൽ കണ്ടത് വേറൊന്നാണ്. നന്നായി പ്രവർത്തിക്കുന്ന, അതായത് പ്രോപ്പറായി ട്യൂൺ ചെയ്തൊരു ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് പോലും വളരെ ചെറിയ പൊടിപടലങ്ങൾ, PM2.5. അതെ, PM2.5, അതായത് 2.5 മൈക്രോമീറ്ററിൽ താഴെ വലിപ്പമുള്ള കണികകൾ, അത് ധാരാളമായി പുറത്തു വരുന്നുണ്ട് എന്ന്. അതിൻ്റെ അളവ് ചിലപ്പോൾ വലിയ ട്രാഫിക് ബ്ലോക്കുള്ള ഒരു റോഡരികിലെ വായുവിലുള്ള അത്രയും മോശമായിരിക്കും എന്ന്. ശരിയാണ്.
ഇത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അടുക്കളയിലെ വായു അത്ര മോശമാവുമോ? അതെ, ആ താരതമ്യം അത് ശരിയാണ്. ഈ സൂക്ഷ്മകണികകൾ PM2.5 അത് നമ്മുടെ ശ്വാസകോശത്തിന്റെയൊക്കെ വളരെ ഉള്ളിലേക്ക് എത്താൻ കഴിവുള്ളതാണ്. ഇത് ആസ്ത്മ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാം. ഒരുപാട് കാലം ഇങ്ങനത്തെ വായു ശ്വസിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുമ്പോൾ അടുക്കളയിൽ നല്ല വെന്റിലേഷൻ ഉറപ്പാക്കണം. അത് വളരെ പ്രധാനമാണ്. ഓക്കെ. ഒരു എക്സ്ഹോസ്റ്റ് ഫാനോ അല്ലെങ്കിൽ ചുരുങ്ങിയത് ജനലെങ്കിലും തുറന്നിടുന്നത് ഈ മാലിന്യങ്ങൾ പുറത്തേക്ക് പോകാൻ സഹായിക്കും. ശരിയാണ്. ഈ ആരോഗ്യപരമായ കാര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണല്ലോ സുരക്ഷാ കാര്യങ്ങൾ. LPG ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ അപകട സാധ്യതകളാണ് നമ്മൾ ഓർക്കേണ്ടത്? തീർച്ചയായും സുരക്ഷ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്നാമതായി, അടഞ്ഞ സ്ഥലങ്ങളിൽ LPG ലീക്കായാൽ ചെറിയൊരു സ്പാർക്ക് മതി വലിയ ഒരു പൊട്ടിത്തെറിയുണ്ടാകാൻ. അതുകൊണ്ടാണ് LPGക്ക് ആ ഒരു പ്രത്യേക മണം കൊടുത്തിരിക്കുന്നത്, ലീക്ക് പെട്ടെന്നറിയാൻ വേണ്ടി. ലീക്കുണ്ടെന്നൊരു സംശയം തോന്നിയാൽ ഉടനെ റെഗുലേറ്റർ ഓഫ് ചെയ്യണം. വാതിലും ജനലുമൊക്കെ തുറന്നിടണം. ഒരു കാരണവശാലും ലൈറ്റ് ഇടുകയോ ഫാൻ ഓൺ ചെയ്യുകയോ തീപ്പെട്ടി ഉരയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. ശരിയാണ്. ആ മണം എല്ലാവർക്കും അറിയാം. പിന്നെ ഈ സിലിണ്ടറുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കണമല്ലോ. ചിലപ്പോഴൊക്കെ കാണാം സിലിണ്ടർ പുറത്ത് വെയിലത്തൊക്കെ വെച്ചിരിക്കുന്നത്. അതെ, അത് വളരെ അപകടമാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ സിലിണ്ടറിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത് നല്ല പ്രഷറിലാണ്, ഹൈ പ്രഷറിലാണ്. അപ്പോ ഈ സിലിണ്ടർ നേരിട്ട് വെയിലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ സ്റ്റൗവിന്റെ അടുത്തോ ചൂടുള്ള മറ്റ് എക്യുപ്മെന്റ്സിന്റെ അടുത്തോ വെച്ചാൽ ഉള്ളിലെ ഗ്യാസ് വികസിച്ച് പ്രഷർ വല്ലാതെ കൂടും. ഓ, ഇത് ചിലപ്പോ സിലിണ്ടർ പൊട്ടിത്തെറിക്കാൻ വരെ കാരണമായേക്കാം. അതുകൊണ്ട് എപ്പോഴും സിലിണ്ടർ തണലുള്ള നല്ല കാറ്റോട്ടമുള്ള സേഫായ സ്ഥലത്ത് നിവർത്തി വെക്കണം. അതിന്റെ ഭാരവും വലിപ്പവും കാരണം ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല. പക്ഷേ ഈ മുന്നറിയിപ്പ് പ്രധാനമാണ്. ശരിയാണ്. പിന്നെ മറ്റൊരു അപകട സാധ്യത ഫ്ലെയിം ഔട്ട് സേഫ്റ്റി ഇല്ലാത്ത പഴയ സ്റ്റൗകളിലാണ്. അതായത് പാചകം ചെയ്യുമ്പോൾ കാറ്റടിച്ചിട്ടോ അല്ലെങ്കിൽ പാല് തൂവിയോ മറ്റോ തീ കെട്ടുപോയാൽ ഈ സേഫ്റ്റി ഫീച്ചർ ഇല്ലെങ്കിൽ ഗ്യാസ് ലീക്കായിക്കൊണ്ടേയിരിക്കും. ഓ, അത് അപകടമാണല്ലോ. അതെ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാവാം. ഭാഗ്യത്തിന് ഇപ്പൊ വരുന്ന മിക്ക പുതിയ സ്റ്റൗകളിലും ഈ ഫ്ലെയിം ഔട്ട് സേഫ്റ്റി ഉണ്ടാവാറുണ്ട്. തീ കെട്ടാൽ ഗ്യാസ് ഓട്ടോമാറ്റിക്കായി കട്ടാവും. അത് നല്ലൊരു കാര്യമാണ്. സുരക്ഷയുടെ കാര്യത്തിൽ ഇത്രയൊക്കെ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജം എത്രത്തോളം എഫിഷ്യൻ്റായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നതും ഒരു ചോദ്യമാണല്ലോ. അവിടെ LPG അല്പം പിന്നിലാണെന്ന് തോന്നുന്നു അല്ലേ? ചില പഠനങ്ങൾ പറയുന്നത് ഞാൻ കണ്ടു. ഗ്യാസ് സ്റ്റവിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയുടെ ഒരു 60%, അതായത് പകുതിയിൽ കൂടുതൽ, പാത്രം ചൂടാക്കാനല്ല ഉപയോഗിക്കുന്നത്. അതെ, പകരം ചുറ്റുമുള്ള എയർ ചൂടാക്കാൻ നഷ്ടപ്പെടുന്നുവെന്ന്. ഇത് ശരിയാണെങ്കിൽ അതൊരു വലിയ ഊർജ്ജ നഷ്ടം തന്നെയല്ലേ? അതെ, അതൊരു യാഥാർത്ഥ്യമാണ്. ഓപ്പൺ ഫ്ലെയിമാണല്ലോ. തുറന്ന ജ്വാല ആയതുകൊണ്ട് ഉണ്ടാകുന്ന ചൂടിന്റെ വലിയൊരു ഭാഗം പാത്രത്തിലേക്ക് എത്താതെ ചുറ്റുവട്ടത്തേക്ക് പോകും. ഇൻഡക്ഷൻ കുക്കർ പോലെയുള്ള ടെക്നോളജിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസ് സ്റ്റൗവിന്റെ എനർജി എഫിഷ്യൻസി കുറവാണ്. അതായത് ഒരേ അളവ് ഫുഡുണ്ടാക്കാൻ ഗ്യാസ് സ്റ്റൗവിന് കൂടുതൽ ഗ്യാസ് വേണ്ടിവരും ഇൻഡക്ഷനേക്കാളും. ശരി. അത് ലോങ് ടൈമിൽ നോക്കുമ്പോൾ ഒരു നഷ്ടം തന്നെയാണ്. ഈ ഊർജ്ജനഷ്ടം കൂടാതെ ഗ്യാസ് കത്തുമ്പോൾ ധാരാളം നീരാവി, വാട്ടർ വേപ്പർ ഉണ്ടാകുന്നുണ്ടെന്നതും ഒരു കാര്യമാണ്. സാധാരണ കാലാവസ്ഥയിൽ നമ്മളത് അത്ര ശ്രദ്ധിക്കില്ലായിരിക്കും. പക്ഷേ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സമയത്ത്, ഉദാഹരണത്തിന് മഴക്കാലത്ത്, അടുക്കളയിൽ ഈ എക്സ്ട്രാ നീരാവി കാരണം കൂടുതലൊരു അസ്വസ്ഥത, വിയർപ്പ് ഒക്കെ അനുഭവപ്പെടാം. അത് ശരിയാണ്. പാചകം ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാവാം. പാചകവുമായി ബന്ധപ്പെട്ട് മറ്റൊരു രസകരമായ കാര്യം കൂടി ഈ വിവരങ്ങളിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ LPG ഉപയോഗിച്ച് പാചകം ചെയ്യുന്നത് ഫുഡിന്റെ ടേസ്റ്റിനെ വരെ ബാധിക്കാമെന്ന്. ഉദാഹരണത്തിന്, ഗ്യാസ് ഗ്രില്ലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് കരി ഉപയോഗിച്ച് ഗ്രില്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ടാവില്ല. അത് ശരിയാണ്. കത്തുന്ന ഫ്യൂവൽ അത് ഫുഡിന് കൊടുക്കുന്ന ഫ്ലേവറിലെ വ്യത്യാസമുണ്ടാവാം. അതുപോലെ ഗ്യാസ് ബാർബിക്യൂ ഉപയോഗിക്കുമ്പോഴുള്ള മറ്റൊരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട്, ഈ ഇറച്ചിയിൽ നിന്നൊക്കെ കൊഴുപ്പുരുകി തീയിലേക്ക് വീഴുമ്പോഴുണ്ടാവുന്ന വലിയ തീയില്ലേ, ഫ്ലെയർ അപ്സ്, അത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. ചിലപ്പോൾ ഫുഡ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ശരിയാണ്. അപ്പോ ഈ സംസാരത്തിന്റെ അവസാനം എത്തുമ്പോൾ നമുക്ക് LPGയുടെ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നുണ്ടല്ലേ? ഒരു സൈഡിൽ അതിന്റെ ഉപയോഗത്തിലെ എളുപ്പം, സ്പീഡ്, ടെമ്പറേച്ചർ കൺട്രോൾ, എവിടെയും കൊണ്ടുപോകാനുള്ള സൗകര്യം, അതൊക്കെ വലിയ പ്ലസ് പോയിന്റ്സ് ആണ്. അതെ.
മറുഭാഗത്തു നോക്കുമ്പോൾ പരിസ്ഥിതിയിലുള്ള ഇമ്പാക്റ്റ്, പിന്നെ ഈ അപൂർണ ജ്വലനം കാരണവും PM 2.5 കാരണവുമുള്ള ഹെൽത്ത് ഇഷ്യൂസ്, ലീക്കേജിനും പൊട്ടിത്തെറിക്കുമുള്ള സാധ്യതകളടക്കമുള്ള സേഫ്റ്റി പ്രശ്നങ്ങൾ, ഊർജ്ജക്ഷമത കുറവാണ്, നീരാവി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, ചിലപ്പോൾ രുചിയിലുണ്ടായേക്കാവുന്ന വ്യത്യാസം, ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കണം. അതെ, ഇന്ന് നമ്മൾ LPG പാചകവാതകത്തെക്കുറിച്ച് കിട്ടിയ വിവരങ്ങൾ വെച്ച് വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ നോക്കി. അതിൻ്റെ നല്ല വശങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, പ്രത്യേകിച്ച് സുരക്ഷയും ആരോഗ്യപരമായ കാര്യങ്ങളും എല്ലാവർക്കും വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഈ വിവരങ്ങൾ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഓർക്കേണ്ട ഒരു കാര്യം, ഏതൊരു എനർജി സോഴ്സ് എടുത്താലും അതിന് അതിൻ്റേതായ ഗുണങ്ങളും പരിമിതികളും ഉണ്ടാവും. LPGയുടെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം സാഹചര്യത്തിൽ LPG ഉപയോഗിക്കുന്നത് എത്രത്തോളം ശരിയാണ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെ, അതുപോലെ നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അറിഞ്ഞുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ ഈ വിവരങ്ങൾ ഉപകരിക്കുമെന്ന് കരുതാം. അതെ, അടുത്ത തവണ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. സേഫ്റ്റി കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എനർജി വേസ്റ്റാക്കാതിരിക്കാനും അടുക്കളയിൽ നല്ല വെന്റിലേഷൻ ഉറപ്പാക്കാനും ഒക്കെ ഇതൊരു ഓർമ്മപ്പെടുത്തലാവും. പോകുന്നതിന് മുൻപ് നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ സംസാരിച്ച LPGയുടെ ചില കുറവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷേ അതിനേക്കാളും സുരക്ഷിതവും കൂടുതൽ എനർജി എഫിഷ്യൻറ്റും പരിസ്ഥിതിക്ക് അത്ര ദോഷമില്ലാത്തതുമായ മറ്റു പാചകരീതികൾ, ഉദാഹരണത്തിന് ഇൻഡക്ഷൻ സ്റ്റൗ പോലെയുള്ളവ, നമ്മുടെ വീടുകളിൽ കൂടുതൽ സാധാരണമായി ഉപയോഗിക്കുന്നത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? നിലവിലുള്ള ഗ്യാസ് സിസ്റ്റത്തിൽ നിന്നും മാറുന്നതിന് എന്തൊക്കെ തടസ്സങ്ങളുണ്ടാവാം? ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാവുന്നതാണ്.